വേൾഡ് കപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ എല്ലാ ടീമുകളും പ്രിലിമിനറി സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 55 അംഗ പ്രിലിമിനറി സ്ക്വാഡ്. പല ടീമുകളും അന്തിമ സ്ക്വാഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന 55 അംഗ പ്രിലിമിനറി സ്ക്വാഡ് നിലവിൽ പ്രഖ്യാപിച്ചതാണ്. ഇതിൽ നിന്ന് ഈ അടുത്ത ദിവസം തന്നെ സ്കലോണി അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചേക്കും. നിലവിൽ സ്കലോണി പ്രഖ്യാപിച്ച 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ 6 ഗോൾ കീപ്പർമാരാണ് നിലവിലുള്ളത്. ആസ്റ്റൺ വില്ലക്കായി കളിക്കുന്ന എമിലിയാനോ മാർട്ടിനസ്, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനായി കളിക്കുന്ന ഹുവാൻ മൂസോ, മാർസലേക്ക് വേണ്ടി കളിക്കുന്ന ജെർണിമോ റൂളി, ക്രിസ്റ്റ്യൻ പാലസിന് വേണ്ടി കളിക്കുന്ന വാൾട്ടർ ബെനീറ്റസ്, റേസിംഗ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഫക്കുണ്ടോ ക്യാമ്പസസ്, റിവർ പ്ലേറ്റിനായി കളിക്കുന്ന സാന്റിയാഗോ ബിൽട്രൻ. നിലവിൽ ഓരോ രാജ്യങ്ങളും അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ആ 26 അംഗ അന്തിമ സ്ക്വാഡിൽ 3 ഗോൾ കീപ്പർമാർക്ക് മാത്രമേ ചാൻസ് ഉണ്ടാവുകയുള്ളൂ. അർജന്റീനക്കായി സ്കലോണി ആരെയെല്ലാം തിരഞ്ഞെടുക്കും? മുന്നിലുള്ളത് എമിലിയാനോ മാർട്ടിനസ് തീർച്ചയാണ്. പിന്നെ ജുവാൻ മൂസോയും ജെർണിമോ റൂളിയും കാണും. അർജന്റീനയുടെയും സ്കലോണിയുടെയും ഫസ്റ്റ് ചോയ്സ് എമിലിയാനോ മാർട്ടിനസ് അല്ലാതെ പിന്നെ ആര്? പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കോ അല്ലെങ്കിൽ പെനാൽറ്റിയിലേക്കോ കടക്കുകയാണെങ്കിൽ എതിരാളികൾ ഭയത്തോടെ നോക്കുന്നത് എമിയെയായിരിക്കും. ഗോൾ പോസ്റ്റിന് മുന്നിൽ എമിയാണെങ്കിൽ പല എതിരാളികൾക്കും ഒന്ന് പിയക്കൽ ഉറപ്പാണ്. പെനാൽറ്റി എടുക്കുന്നതിന് മുമ്പേ എതിരാളികളുടെ മൈൻഡിൽ കയറിയിരിക്കാൻ എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞിട്ടേ മറ്റൊരു ഗോൾ കീപ്പറും ഇന്ന് ലോകത്തുള്ളൂ. 2022 വേൾഡ് കപ്പിലെ ഫൈനലിലെ അവസാന സെക്കൻഡിൽ കോളമുവാനിയുടെ ഷോട്ട് എങ്ങനെയാണ് എമി തടഞ്ഞതെന്ന് റീപ്ലേ നോക്കിയിട്ട് പോലും മനസ്സിലാകുന്നില്ല. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ കോളമുവാനിയുടെ ആ ഷോട്ട് എത്ര ധീരമായാണ് എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ട് അർജന്റീനയെ ലോക ജേതാക്കളാക്കിയത്. 2021 കോപ്പ അമേരിക്കയിൽ അർജന്റീന വർഷങ്ങൾക്ക് ശേഷം കിരീടം നേടുമ്പോഴും എമി തന്നെയായിരുന്നു അവിടെയും ഹീറോ. 2026 വേൾഡ് കപ്പിലും സ്കലോണി അതിന് മാറ്റം വരുത്തില്ല. എമി തന്നെയായിരിക്കും ഹീറോ എന്നതിൽ സ്കലോണിക്ക് സംശയങ്ങളൊന്നും ഉണ്ടാകില്ല. അർജന്റീനയുടെ നമ്പർ 1 ഗോൾ കീപ്പറായി എമിലിയാനോ ഈ വേൾഡ് കപ്പിനെത്തും. മറ്റൊരാൾ ജുവാൻ മൂസോയാണ്. അർജന്റീനക്കാർക്ക് ഏറെ പ്രതീക്ഷയുള്ള മറ്റൊരു ഗോൾ കീപ്പറാണ് ജുവാൻ മൂസോ. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായി മിന്നും പ്രകടനം നടത്തുകയാണ് ജുവാൻ മൂസോ. ഡിയാഗോ സിമിയോൺ പോലുള്ള ഒരു കോച്ച് അദ്ദേഹത്തിൽ വളരെ വലിയ വിശ്വാസമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിരന്തരം താരത്തെ തന്നെയാണ് ഈ സീസണിൽ അദ്ദേഹം കളിക്കാനിറക്കിയതും. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിലെ ഒരൊറ്റ മത്സരം മാത്രം എടുത്താൽ മതി. വമ്പന്മാരായ FC ബാർസലോണക്കെതിരെ അദ്ദേഹം നടത്തിയ ആ ഒരൊറ്റ രാത്രിയിലെ പെർഫോമൻസ് യൂറോപ്പിന്റെ കയ്യടിയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. എത്ര മികച്ച സേവുകളാണെന്ന് അദ്ദേഹം നടത്തിയത്. ഇരുപാതകളിലും അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസ് വരെ പറയാൻ തുടങ്ങി മൂസോ ഈ സീസണിൽ ഒബ്ലാക്കിനേക്കാൾ മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്ന്. എന്താണ് മൂസോയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? പൊസിഷനിങ്ങിലും കാംലെസ്സും ഡിസ്ട്രിബ്യൂഷനുമാണ് അദ്ദേഹത്തെ മറ്റു കീപ്പർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മോഡേൺ ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർക്ക് ഒരു സ്റ്റോപ്പറിനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോൾ കീപ്പർമാരിലൂടെയാണ്. ഒരു പ്ലേയിങ് ഗോൾ കീപ്പർ കൂടിയാണ് നിലവിൽ ജുവാൻ മൂസോ. അർജന്റീനയുടെ മറ്റൊരു ഗോൾ കീപ്പറാണ് ജെർണിമോ റൂളി. നിലവിൽ ഫ്രാൻസിലെ ഒളിമ്പിക് ഡി മാർസിലെ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറാണ് ജെർണിമോ റൂളി. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടായിരുന്നെങ്കിലും എമിയുടെ മിന്നും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ താരത്തിന് അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എമിലിയാനെ പോലെ തന്നെ ക്രൂഷ്യൽ മാച്ചുകളിൽ അദ്ദേഹം ഫോം ആവുക എന്നുള്ളത് പതിവായ ഒരു കാര്യമാണ്. അദ്ദേഹം VRL ഉണ്ടായിരുന്നപ്പോൾ യൂറോപ്യൻ ലീഗിൽ നടത്തിയ ആ പെനാൽറ്റി ഷൂട്ടൗട്ട് പെർഫോമൻസ് ഒക്കെ ഓർമ്മയില്ലേ? ഏതായാലും ജെർണിമോ റൂളിയും അർജന്റീനയുടെ 26 അംഗ സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരിൽ ഒരാളായി തന്നെയുണ്ടാകും. 2026 വേൾഡ് കപ്പിനെത്തുന്ന അർജന്റീനയുടെ നൈലോൺ വലകൾ ഈ 3 പേരിൽ സുരക്ഷിതമാണ്. എതിരാളികളെ വിറപ്പിക്കാൻ ശേഷിയുള്ള 3 തന്ത്രശാലികളായ കീപ്പർമാരാണ് അർജന്റീനയുടെ പക്കലുള്ളത്. എതിരാളികൾ സൂക്ഷിക്കുക. പെനാൽറ്റിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പെനാൽറ്റി എത്തിയാൽ എമി നിങ്ങളുടെ അടിതെറ്റിക്കും. അയാൾ ഒരുങ്ങി തന്നെയാണ് വരവ്. ഏതായാലും കാത്തിരിക്കാം നല്ല മുഹൂർത്തത്തിനായി. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.